അങ്ങനെ ഞങ്ങൾ 8 ദിവസത്തിന് ശേഷം മണ്ണിൽ കാലുകുത്തി ഞങ്ങൾ തൃശ്ശൂർ എത്തി. ഞങ്ങൾ ഇതൊരു വല്ലാത്തൊരു ഫീലാണ്. നേപ്പാൾ, അയോധ്യ അവിടെ കടന്ന് ഞങ്ങളിപ്പോൾ തൃശ്ശൂർ. ഓ ഈ ഒരു നിമിഷമാണ്, ഈ ഒരു നിമിഷമല്ലേ എത്തണമെന്ന് കാത്തിരുന്നത്. ഒരു വല്ലാത്തൊരവസ്ഥ. അപ്പോൾ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ട് ഭാഗം എത്തി. എൻ്റെ വെള്ളാർക്കാട് പള്ളി എത്തി. രാവിലെ വേണം പ്രത്യേക ഒരു ഭംഗിയാണ്. ഇവിടെ ആൽമരണ്ടായിരുന്നു, മുറിച്ചു. ഇപ്പം ഞങ്ങൾ വെള്ളാർക്കാടൊക്കെ നല്ല മഞ്ഞുണ്ട് രാവിലെ. മുന്നൊന്നും കോടമഞ്ഞ് വന്നിരുന്നില്ല, ഇപ്പം അത്യാവശ്യം കോടമഞ്ഞൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. നല്ല രസമാണ് ഇവിടെ കാണാൻ. ഞങ്ങൾ റോഡാണ് ഈ കാണുന്നത്, വെള്ളാർക്കാട് പള്ളിയിൽ നിന്ന് കൈതമാട്ടം പോണേ. അപ്പോൾ രാവിലെ ഓട്ടൊന്നും വിളിച്ചില്ല, നടന്നു. 8 ദിവസം മാറിയെന്നാണ്. എന്താ പോലെ വലിയൊരു യാത്രയായിരുന്നു ഞങ്ങളെ ഈ ഇത്ര കാലത്തിലെ ഒരു ഹെവി യാത്ര. ഇപ്പം ഞാൻ ഇന്ത്യയുടെ ഹൃദയത്തിൽ തൊട്ടു. ആ സെൻട്രൽ ഭാഗം ഡൽഹി അവിടെ വരെ എത്തി. ഇപ്പോൾ കന്യാകുമാരി തൊട്ടിട്ട് ഇങ്ങനെ ആന്ധ്ര, കർണാടക, കേരളം, തമിഴ്നാട്, മുംബൈ അങ്ങനെയൊക്കെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ കണ്ടു. ഇപ്പോൾ താജ്മഹൽ വരെ എത്തിയിട്ടുണ്ട്. ഇനി അവിടെ നിന്ന് മേലോട്ടാണ് പോകേണ്ടത്. അങ്ങനെ കുറേ പരിപാടികളൊക്കെ ഉണ്ട്. ഇനി കുറച്ച് യാത്ര, ഈ ചെറിയ ചെറിയ യാത്രകളുള്ളൂ. തന്നെ വയ്യാണ്ടായി. ഈ കാണുന്ന മരങ്ങളൊക്കെ ഒരുപാട് പഴക്കം ചെന്ന മരങ്ങളാണ്. ഇവിടെ ഗ്യാസിൻ്റെ പൈപ്പ് പോകുമ്പോൾ അടി മാന്തി പോയപ്പോൾ മഴക്കാലമായപ്പോൾ കുറേയൊക്കെ മരങ്ങളൊക്കെ വീണു, അവിടെ ചെരിഞ്ഞു. കുറേയൊക്കെ വെട്ടി ഒതുക്കി. നല്ലൊരു ഏരിയയാണ് ഞങ്ങളുടെ. നല്ല രസമുണ്ട് നടക്കാൻ. അപ്പോൾ ഇനി യാത്രകളൊന്നും അധികമില്ല, കുറച്ചു. ഇപ്പോൾ ചെമ്പായിട്ടൊന്നും കയ്യിലില്ല, ഫുള്ള് സീറോ ബാലൻസാണ്. ഇനി കാര്യമായിട്ട് തന്നെ ചെമ്പ് വേണം കയ്യിൽ. ഇപ്പോൾ ഈ യാത്രയിൽ എനിക്ക് ചിലവായത് വെറും 4000 രൂപ കേട്ടോ. 4200 രൂപയാണ് ചിലവ് വന്നുള്ളത് മൊത്തത്തിൽ. തൃശ്ശൂരിൽ നിന്ന് കയറി അവിടുന്ന് വിശാഖപട്ടണം പോയി, അവിടുന്ന് റായ്പൂർ, ബിലാസപൂർ, അവിടുന്ന് നേരെ വാരണാസിയിൽ കയറാണ്ട് ഞങ്ങൾ നേരെ താജ്മഹൽ പോയി, താജ്മഹൽ കണ്ടു. അവിടെ നേരെ വാരണാസി വന്നു, വാരണാസി കണ്ടു. അവിടെ നേരെ ട്രെയിൻ കയറി വീണ്ടും ഹൈദരാബാദ് വന്നിറങ്ങി. അവിടുന്ന് ബാംഗ്ലൂർ, അവിടെ നേരെ തൃശ്ശൂർ വന്നിറങ്ങി. ഇതാണ് യാത്രയുടെ ഒരു മാപ്പ്. ഞങ്ങൾക്ക് റായ്പൂരിൽ നിന്ന് ട്രെയിൻ കിട്ടാൻ വൈകി, രാവിലെ കിട്ടിയില്ല, രാത്രി 10 മണിക്കാണ് ട്രെയിൻ കിട്ടിയത്. അത് കാരണം ഞങ്ങൾ ചൊവ്വാഴ്ച രാമേശ്വരം എത്തിയുള്ളൂ. പിന്നെ 4 മണി എത്തുമ്പോൾ പിന്നെ രാമേശ്വരം കണ്ട് അയോധ്യ കണ്ടിട്ട് താജ്മഹൽ പോകാനാണ് വിചാരിച്ചത്. നോക്കുമ്പോൾ താജ്മഹൽ എത്തുമ്പോൾ വെള്ളിയാഴ്ച താജ്മഹൽ ഉണ്ടാവില്ല. അപ്പോൾ ഞങ്ങൾ ആദ്യം താജ്മഹലാക്കി. പിന്നെ രാമക്ഷേത്രത്തിൽ പോകാൻ പറ്റിയില്ല, ആണെങ്കിൽ ട്രെയിനൊന്നുമില്ല. പിന്നെ രാമേശ്വരത്തു നിന്നാണ് ട്രെയിൻ ഉള്ളത്. അപ്പോൾ നേരം വൈകും. ഞങ്ങളുടെ പ്ലാനിങ് എല്ലാം വിചാരിച്ച പോലെ നടന്നു. എന്ന് വെച്ചാൽ ഞാൻ മാത്രം സ്കെച്ച് ഇട്ടു, റൂട്ട് മാപ്പെല്ലാം പറഞ്ഞു കൊടുത്തു. കൂട്ടുകാരന്മാരെ അതിനെ സപ്പോർട്ട് ചെയ്തു, എതിർത്തൊന്നും ഇങ്ങനെ പറഞ്ഞില്ല, അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞില്ല. അത് കാരണം എൻ്റെ മാത്രം പ്ലാനിങ് ആയതുകൊണ്ട് റായ്പൂരിൽ മാത്രം പാളിയുള്ളൂ. പിന്നെ എല്ലാം കറക്റ്റിലെത്തി. തിരിച്ചു വരുമ്പോൾ അതുപോലെ തന്നെ ഹൈദരാബാദ് വഴി വന്നു, പോകുമ്പോൾ വിശാഖപട്ടണം വഴി പോയി. അത്രയേ ഉള്ളൂ. 2 വഴിക്ക് ഇറങ്ങി വരിക, വിശാഖപട്ടണം കാണാം, ഹൈദരാബാദ് കാണാം. ഇതൊക്കെയായിരുന്നു പ്ലാനിങ്. എന്നാലും കുഴപ്പമില്ല. 8 ദിവസം നിന്നുള്ളൂ. ഇനി ഒരുപാട് നിൽക്കണമെങ്കിൽ ഒരുപാട് കാണാനുണ്ടാവും. എത്തി. ഇവിടെ ഒഴിഞ്ഞ സ്ഥലങ്ങൾ കേട്ടോ, കുറേ ഇവിടെയൊക്കെ കാട് പിടിച്ച് കിടക്കണം എന്നറിയാം. മയിലുകളൊക്കെ ഉണ്ട്, മുള്ളം പന്നികളൊക്കെ ഉണ്ട്, പന്നിയുണ്ട്. 11 പന്നിയുണ്ട് ഇവിടെ. രാവിലെ വരെ നല്ല രസമാണ് നടന്നിട്ട്. അത് കാരണം ഓട്ടോ വിളിച്ചില്ല. അപ്പോൾ ഈ ഒക്കെ യാത്രയിൽ ചിലവായത് 4200 രൂപ ചിലവ് വന്നു. കുറച്ച് കള്ളവണ്ടി കയറിയിട്ടുണ്ട്, കുറച്ച് TTR പിടിച്ചിട്ടുമുണ്ട്, അങ്ങനെ ഫൈൻ അടച്ചിട്ടുമുണ്ട്, കുറച്ച് ഉടായ്പ് കാണിക്കണം, കുറച്ച് പിടിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ ചേർന്നിട്ടാണ് 4200.